നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. IPC, CRPC തെളിവ് നിയമങ്ങൾക്ക് പകരമായി അവതരിക്കപ്പെട്ട 3 ക്രിമിനൽ നിയമ ബില്ലുകൾക്ക് അംഗീകാരം നൽകി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധ്യയന ബില്ലുകൾക്കാണ് അംഗീകാരം. ബില്ലുകൾ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ പാസാക്കിയിരുന്നു. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമവും 1898 ക്രിമിനൽ നടപടിച്ചട്ടവും 1872 ഇന്ത്യൻ തെളിവ് നിയമത്തിനും പകരമായി ബില്ലുകൾ അവതരിപ്പിച്ചത്. കഴിഞ്ഞ സമ്മേളനത്തിൽ 3 ബില്ലുകളും അവതരിപ്പിച്ചിരുന്നുവെങ്കിലും അവ പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിരുന്നു. കമ്മിറ്റി നവംബർ 10 റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ഡിസംബർ 11 ബില്ലുകൾ പിൻവലിച്ചു. പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ബില്ലുകൾ ഈ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു. 143 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയായിരുന്നു ബില്ലുകൾ സഭയിൽ പാസാക്കിയെടുത്തത്. 1860 രൂപം നൽകിയ ഇന്ത്യൻ പീനൽ കോഡിന്റെ ഉദ്ദേശം നീതി നൽകാനല്ല, ശിക്ഷ നൽകുക എന്നതായിരുന്നുവെന്നും നീതിവേഗം നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതിയ ബില്ലുകളുമെന്നുമായിരുന്നു ബില്ലുകൾ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവകാശപ്പെട്ടത്. പഴയ നിയമങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, ബ്രിട്ടീഷ് ഭരണത്തിന്റെ സുരക്ഷയ്ക്കായിരുന്നു. പഴയ നിയമങ്ങളിൽ നരഹത്യയ്ക്കും സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തിനും മുൻഗണന നൽകുന്നതിന് പകരം ഖജനാവ് സംരക്ഷണം, റെയിൽവേ സംരക്ഷണം, ബ്രിട്ടീഷ് കിരീടത്തിന്റെ സുരക്ഷ എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നതെന്നും ഷാ പറഞ്ഞിരുന്നു. കൊളോണിയൽ കാലത്തെ നിയമങ്ങൾക്ക് അന്ത്യമായെന്നും പൊതുസേവനവും ക്ഷേമവും കേന്ദ്രീകരിച്ചുള്ള നിയമങ്ങളുടെ ഒരു പുതുയുഗത്തിന് തുടക്കമായി എന്നുമായിരുന്നു ബില്ലുകളെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. പരിഷ്കരണത്തിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് ബില്ലുകൾ. സാങ്കേതിക വിദ്യയിലും ഫോറൻസിക് സയൻസിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിയമ, പോലീസ്, അന്വേഷണ സംവിധാനങ്ങളെ ആധുനികതയിലേക്ക് നയിക്കുന്നവയാണ് ബില്ലുകൾ. നമ്മുടെ സമൂഹത്തിലെ ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലരായ വിഭാഗങ്ങൾക്കും മെച്ചപ്പെട്ട സംരക്ഷണം ഇവ ഉറപ്പാക്കുമെന്നും മോദി പറഞ്ഞു. തീവ്രവാദം, ആൾക്കൂട്ടക്കൊല, ദേശീയ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കുള്ള ശിക്ഷകൾ കൂടുതൽ കർശനമാക്കുന്നതാണ് പുതിയ ബില്ലുകൾ.